ഹലോ ഗൈസ്, സല്യൂട്ടിസിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ ഇപ്പൊ ഉള്ളത് എവിടെയാണെന്നറിയോ? അതായത് ഇന്നലെ നമ്മൾ വന്നിട്ട് നമുക്ക് കയറാൻ പറ്റാതെ പോയ സ്ഥലമുണ്ട്. അതായത് റെഡ് ഫോർട്ട്. റെഡ് ഫോർട്ടിലാണ് ഞാൻ ഇപ്പോൾ ഉള്ളത്. ഇതാണ്ടോ, ഇപ്പൊ ഞാൻ എൻട്രി ചെയ്തു. അപ്പൊ എനിക്ക് ഇന്നലെ ഒരു ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞാൻ ഇന്നലെ പറഞ്ഞത് 5 രൂപയുടെ ടിക്കറ്റ് എടുക്കാനാണ്, പക്ഷെ 5 രൂപയല്ല. അതായത് വിത്ത് മ്യൂസിയം ആണെങ്കിൽ 80 രൂപയും വിത്തൗട്ട് മ്യൂസിയം ആണെങ്കിൽ 50 റുപ്പീസ്, അതായത് 50 രൂപയും 50 രൂപയും അങ്ങനെയാണ് അതിന്റെ എമൗണ്ട് വരുന്നത്, എൻട്രി ഫീ. അപ്പൊ ഞാൻ ഇപ്പോൾ ഉള്ളത് റെഡ് ഫോർട്ടിന്റെ ഉള്ളിലേക്ക് കയറി എൻട്രി ചെയ്തിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? കയറി കഴിഞ്ഞ പാട് ഫസ്റ്റ് നമുക്ക് കാണുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത് ഇതാണ്. ഈ ഒരു വ്യൂ ആണ് നമുക്ക് കിട്ടുക. ഇത് കണ്ടില്ലേ? അപ്പോ നമുക്ക് അതിന് ഉള്ളിലേക്ക് പോവാം. ഞാൻ വിത്ത് മ്യൂസിയം ആണ് ടിക്കറ്റ് എടുത്തത്. 80 രൂപയാണ് വിത്ത് മ്യൂസിയം ടിക്കറ്റ് വരുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോയി നോക്കാം എന്തൊക്കെയാണ് അതിന്റെ ഉള്ളിൽ, എങ്ങനെയൊക്കെയാണെന്നുള്ളത്. അപ്പൊ എന്തായാലും ഇവിടെ കണ്ട ഇഷ്ടംപോലെ ടൂറിസ്റ്റുകാരുണ്ട് കേട്ടോ. എന്നെ പോലെ തന്നെ പല സ്ഥലങ്ങളിലും പല നാടുകളിൽ നിന്നും വന്ന പല ആൾക്കാരുകളും ഉണ്ട്. അപ്പൊ ഞാനിത് അതിന്റെ ഉള്ളിലേക്ക് കയറാൻ പോവാണ്. എന്റെ പൊന്നുടാവേ, നോക്കിയേ, ഇത് കണ്ടില്ലേ? എന്ത് രസമാന്ന് നോക്കി അതിന്റെ ഉള്ളിൽ കാണാൻ റെഡ് ഫോർട്ട്. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല കേട്ടാ. നമുക്ക് കേറുമ്പോ തന്നെ ഇത് കണ്ടില്ലേ? ഇതിന്റെ ഉള്ളില് കുറച്ച് ചെറിയ ചെറിയ ഷോപ്പ് കാര്യങ്ങളൊക്കെ കാണാം. ഇതിന്റെ ഉള്ളിലും ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടാ. എന്റെ പോലത്തെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ, പക്ഷെ ഞാൻ ഡെക്കാത്ലോണിൽ നിന്ന് വാങ്ങിയതാണ്. എന്റെ ടൈപ്പ് സാധനം ഉണ്ട് തോന്നുന്നല്ലോ, പക്ഷെ ഡെക്കാത്ലോൺ സാധനമല്ല. അല്ലാണ്ട് തന്നെ ഇത് കണ്ടില്ലേ? നോർമൽ ആയിട്ടുള്ള. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഇവിടം വരെ വന്നിട്ട് ഓക്കെ പുറത്തുനിന്ന് കണ്ട് തിരിച്ചു പോവാന്നുള്ള മൈൻഡ് ആയിരുന്നെങ്കിൽ എന്താ പറയാ, ഇതൊന്നും എനിക്ക് കാണാൻ പറ്റൂലായിരുന്നു. ഞാനിപ്പോ ഇത് പിന്നെയും ഒരു ദിവസം റൂം നീട്ടി എടുത്തിട്ടാണ്, അതായത് ഒരു ദിവസം കൂടി റൂം എക്സ്ട്രാ ഒരു ദിവസം കൂടി ഞാൻ പേയ്മെന്റ് ചെയ്തു. അപ്പൊ എന്നിട്ട് 3 ദിവസത്തേക്ക് ആക്കിയിട്ടാണ്, ഇപ്പൊ റൂം 3 ദിവസത്തേക്ക് ആക്കിയിട്ടാണ് ഞാനിപ്പോ എന്ത് ചെയ്യുന്നത്, ഈ ഒരു റെഡ് ഫോർട്ട് കാണാൻ വേണ്ടി വീണ്ടും ഞാൻ വന്നത്. അപ്പൊ ഇന്ന് വെള്ളിയാഴ്ച ദിവസമാണ്. ഇന്ന് ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി പള്ളിയിൽ പോകാൻ വേണ്ടിയിട്ട്. ഇവിടുന്ന് ഈ റെഡ് ഫോർട്ട് മൊത്തം കവർ ചെയ്തിട്ട് നേരെ പിന്നെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയിട്ട് ജുമാ നിസ്കരിക്കണം. ജുമാ നിസ്കരിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് നേരെ സരോജിനി മാർക്കറ്റിൽ പോകാൻ. അപ്പൊ ഇന്നത്തെ ദിവസം ഈ ഒരു 2 സ്ഥലം മാത്രം കവർ ചെയ്യുക, പിന്നെ അതേപോലെ തന്നെ ജുമാ നിസ്കരിക്കുക. ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടി. അപ്പോ ഞാനിപ്പോ ആ ഒരു എൻട്രി കയറി കുറച്ച് ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ മ്യൂസിയത്തിലോട്ട് കയറണം. മ്യൂസിയം എവിടെയാണെന്ന് ചോദിച്ചു നോക്കാം. ആരോടെയും ചോദിച്ചു നോക്കണം മ്യൂസിയം എവിടെയാണ്. മ്യൂസിയം ഇതരെ ठीक है, താങ്ക് യു. അപ്പൊ മ്യൂസിയം, ഞാനിങ്ങനെ മ്യൂസിയം എന്ന് പറയുന്നത് കേട്ടപ്പോ തന്നെ ചങ്ങായി പറഞ്ഞു മ്യൂസിയം ഇങ്ങോട്ടേക്കാണ്. നമുക്ക് എന്തായാലും മ്യൂസിയത്തിന്റെ ഉള്ളിലേക്ക് പോയി നോക്കാം. ഓക്കെ ഗൈസ്, അങ്ങനെ ഫൈനലി മ്യൂസിയത്തിന്റെ ഉള്ളിൽ എത്തിയിട്ടുണ്ട്. നമ്മൾ വളരെയധികം സൗണ്ട് കുറച്ചിട്ടായിരിക്കും ഇപ്പൊ സംസാരിക്കുക, കാരണം ഇതിന്റെ ഉള്ളിൽ അങ്ങനെ സൗണ്ടോ കാര്യങ്ങളൊന്നും പാടില്ല. ക്യാമറ അലൗഡ് ആണോ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞത് കുറച്ച് ഡിസ്റ്റൻസ് വെച്ചിട്ട് കീപ്പ് ചെയ്തിട്ട് ചെയ്യാനാണ് പറഞ്ഞത്. അപ്പൊ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് എന്തായാലും ഉള്ളിലേക്ക് കയറി നോക്കാം. കണ്ടോ, യുദ്ധത്തിന് വേണ്ടി ഉപയോഗിച്ച വാളുകളൊക്കെയാണെന്നാണ് പറയപ്പെടുന്നത്. വാളും വാളിന്റെ ഒറയാണ്. ഓറഞ്ച് കളറിൽ കാണുന്നത് വാളിന്റെ ഇത് കവറാണ് ഓറഞ്ച് കളറിൽ കാണുന്നത്. അതേപോലെ ഇത് കണ്ടില്ലേ, അമ്പും വില്ലിന്റെ വില്ലാണ് ഈ കാണുന്നത്. വില്ല്. ഇപ്പോൾ റെഡ് ഫോർട്ട് മ്യൂസിയത്തിന്റെ ഉള്ളിലാണ്. ഇല്ല, നമ്മൾ ന്യൂസ് പേപ്പർ ഓക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. 1857 ഉണ്ടായിരുന്ന ന്യൂസ് പേപ്പറും കാര്യങ്ങളൊക്കെയാണിത്. അപ്പൊ ഇവിടെ ഇത്രയൊക്കെ ഉള്ളൂ. ഇനിയിപ്പോ ഇവിടുന്ന് അപ്പുറത്തോട്ട് പോയോക്കാം, അപ്പുറം എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഓരോ ഇത് ചരിത്രത്തിന്റെയും കാര്യങ്ങൾ ഇവിടെ ഹിന്ദിയിൽ പോസ്റ്ററാക്കി എഴുതി വെച്ചിട്ടുണ്ട്. ഇത് കണ്ടില്ലേ? ഇങ്ങനെ ഓരോ നടന്ന ചരിത്രങ്ങളും അതേപോലെ ഓരോരോ കാര്യങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഹിന്ദി വായിക്കാൻ അറിയില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ എന്ത് ചെയ്യാ, മുന്നോട്ടേക്ക് നടന്നു പോവാം. അപ്പൊ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഓറഞ്ച് കവറ്, വാള് ഇട്ട് വെക്കുന്ന ഒറ. ഓക്കെ, 2 വാളും അതേപോലെ ഇട്ട് വെക്കുന്ന ഒറയുമാണ് ഇപ്പൊ നമ്മൾ കണ്ടത്. ഇനിയിപ്പോ ഇവിടുന്ന് നേരെ മുന്നോട്ടേക്ക് നടന്നു പോയി കഴിഞ്ഞാല് സ്റ്റെപ്പുകൾ കയറി മേലോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതൊക്കെ കാണാൻ പറ്റുള്ളൂ. നമ്മള് ഇന്നലെ
ടിക്കറ്റ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോയായിരുന്നെങ്കിൽ നമുക്ക് ഇതൊന്നും ഒരിക്കലും കാണാൻ പറ്റൂലായിരുന്നു. അപ്പൊ നമ്മളിത് കാണാനായിട്ടാണ് ഇപ്പൊ ഇന്ന് വന്നിട്ടുള്ളത്. ഓക്കെ, ഇപ്പൊ മേലോട്ട് വന്നപ്പോഴും കാണാൻ പറ്റിയത് നമുക്ക് ഒരു വാളിന്റെ ഒരു ഒറ, പിന്നെ അതേപോലെ പീരങ്കിയുടെ ഉണ്ട കണ്ടില്ലേ? പീരങ്കിയുടെ ഉണ്ടയാണിത്. പണ്ട് കാലങ്ങളിൽ യുദ്ധങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പീരങ്കീൻ്റെ ഉള്ളിൽ ഇടുന്ന ആ ഒരു ഉണ്ടയാണിത്. ഇപ്പൊ ഗൈസ് ഇവിടെ ഒന്നും അങ്ങനെ അധികം ഒന്നും കാണുന്നൊന്നുമില്ല. ലക്നൗ ഉണ്ടല്ലേ, ലക്നൗ. അതേപോലെ ഇവിടെ സ്ക്രീനിൽ കൊടുത്തിട്ട് എന്തോ ഇവിടെ ചിത്രങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പണ്ടത്തെ കാലത്തെ ചിത്രങ്ങളും ചരിത്രങ്ങളൊക്കെ അവിടെ പറയുന്നുണ്ട്. നമുക്ക് ഹിന്ദി അറിയാത്തതുകൊണ്ട് നമ്മൾ അത് മെയിൻ ചെയ്യുന്നില്ല. അപ്പോൾ ഇവിടെ ഒന്നും അങ്ങനെ അധികം ഒന്നും കാര്യങ്ങളൊന്നും കാണുന്നില്ല. 2 ബെഞ്ച് കാണുന്നുണ്ട്, പിന്നെ അതേപോലെ കുറച്ച് പോസ്റ്ററും കാര്യങ്ങളൊക്കെ, പിന്നെ അതേപോലെ സ്ക്രീനിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. പിന്നെ ഇവിടുത്തെ കഴിഞ്ഞു എന്ന് തോന്നുന്നു കേട്ടോ, ന്യൂസത്തെ കഴിഞ്ഞു എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ ഇവിടുന്ന് നേരെ താഴോട്ടാണ് കാണിക്കുന്നത്, കാരണം ഇവിടെയൊക്കെ ക്ലോസ് ആണ്. ഇത് കണ്ടില്ല, ഇവിടെ ബെൽറ്റ് ഇട്ട് വെച്ചിട്ട് ഇവിടെ ക്ലോസ് ആണ്. നമ്മളതിന് നേരെ താഴോട്ടാണ് പോകുന്നത്. താഴോട്ട് ഇറങ്ങാനാണ് കാണിക്കുന്നത്. താഴെ പോയിട്ട് ഇനി എന്തെങ്കിലും വേറെ എന്തെങ്കിലും എവിടെയെങ്കിലും സൈഡിലൊക്കെ ആയിട്ട് ഉണ്ടോ നോക്കാം. താഴോട്ട് ഇറങ്ങാണ്. അങ്ങനെ നമ്മൾ അടുത്തൊരു സെക്ഷനിലേക്ക് എത്തിയിട്ടുണ്ട്. ഓ, സീൻ സാധനം കേട്ടോ. പണ്ട് കാലങ്ങളിലെ തോക്കുകൾ കണ്ടില്ല, തോക്ക് എൻ്റെ മോനെ, സീൻ സാധനം കേട്ടോ. നോക്കിയാ, പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ ഉപയോഗിച്ചോണ്ടിരുന്ന. ഇതൊക്കെയാണ് പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ യുദ്ധത്തിനൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്ന തോക്കും കാര്യങ്ങളൊക്കെ. അതേപോലെ ഇത് കണ്ട കോടാലി, യുദ്ധത്തിന് പോകുമ്പോൾ വെട്ടി പീസാക്കാനുള്ള കോടാലിയാന്ന് തോന്നുന്നു. പിന്നെ ഇത് കണ്ടില്ലേ, ഗണ്ണ് അത്യാവശ്യം കുറച്ച് വലുപ്പമുള്ള ഗണ്ണാണ്, സിംഗിൾ കോയില്. അതേപോലെ അപ്പുറത്തുണ്ട്. അപ്പോൾ ഇവിടുത്തെ മ്യൂസിയത്തിനകത്ത് ഇപ്പോൾ ഈ ഇത്രയൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ എക്സിറ്റ് ആണ് കാണിക്കുന്നത്, പുറത്തേക്ക് കാണിക്കുന്നുണ്ട് എക്സിറ്റ്. ഇപ്പോൾ പുറത്തേക്ക് ഇനി കടന്നു കഴിഞ്ഞാൽ ഇനി അപ്പുറത്ത് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും എക്സിറ്റ് ചെയ്യാം. അപ്പോൾ ഗൈസ്, നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്കാണ് കയറിയത്. 1757 ഇന്ത്യസ് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കണ്ട്. ഇനിയിപ്പോൾ അടുത്ത മ്യൂസിയം കുറച്ച് അപ്പുറത്ത് ഉണ്ടെന്നാണ് പറഞ്ഞത്. നേരെ കുറച്ച് അപ്പുറത്ത് തൊട്ടപ്പുറത്ത് തന്നെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് അതൊന്ന് കാണാൻ പറ്റുമോ നോക്കാം. ഇതിൻ്റെ ഉള്ളിൽ കുറേ മ്യൂസിയം ഉണ്ടെന്ന് തോന്നുന്നു. അവർ പറഞ്ഞു വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഇതൊരു മ്യൂസിയം, അതേപോലെ തന്നെ അതായത് ഇതൊരു മ്യൂസിയമാണ്. അതായത് ഇതൊരു മ്യൂസിയമാണ്. എനിക്ക് തോന്നുന്നു അതിൻ്റെ അപ്പുറത്തൊരു മ്യൂസിയം ഉണ്ട്, അതും ഒരു മ്യൂസിയം എന്ന് തോന്നുന്നു. അങ്ങനെ ഇങ്ങനെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. നോക്കുമ്പോൾ അതെല്ലാം മ്യൂസിയം തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അവർ അവിടുന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് പറഞ്ഞത്, ഇങ്ങനെ ഓരോ മ്യൂസിയങ്ങളുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, അടുത്ത പടി ഇങ്ങനെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇവരെല്ലാം മൊത്തം ഉടായിപ്പം തോന്നില്ല. നമുക്ക് ഇവിടെ വലിയ കാണേണ്ടതൊന്നും ഇങ്ങനെ വലിയ ഇതില്ല, കാരണം എല്ലാം കൂടുതലും പോസ്റ്ററാണ്. കൂടുതലും പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ കുറച്ച് കണ്ടന്റും കാര്യങ്ങളൊന്നും, അതായത് വീഡിയോ എടുക്കാൻ പറ്റിയ കുറച്ച് ഐറ്റംസും കാര്യങ്ങളൊക്കെ നമുക്ക് അപൂർവമേ ഉള്ളൂ. അപ്പോൾ ഇത് അടുത്ത സെക്ഷനിൽ ഇവിടെ അതേപോലെ തന്നെ കുറേ പോസ്റ്ററും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുള്ളൂ. അല്ലാതെ കുറേ ചരിത്രങ്ങൾ ഇവിടെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്, ഇത് കണ്ടില്ലേ. അല്ലാതെ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റിയ ടൈപ്പ് ഇതൊക്കെ വായിച്ച് വരുമ്പോഴത്തേക്ക് നേരം വെളുക്കും. വായിച്ചാലോട്ട് ഇംഗ്ലീഷാണെങ്കിൽ മര്യാദക്ക് അറിയില്ല. അപ്പോൾ നമുക്കിത് ഹിന്ദി അറിയില്ല. ഹിന്ദി പറയാൻ അറിയാം, കന്നഡ അറിയാം, പിന്നെ മലയാളം അറിയാം. ഇതൊക്കെ വെച്ച് തട്ടിമുട്ടി. ഇത് അടിപൊളിയാണല്ലോ. ഇത് നമ്മളിപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ ഇയാളെ രൂപം കറക്റ്റ് തിരിയുന്നില്ലേ? പക്ഷെ ഇവിടുന്ന് നോക്കിയേ, ഇത് കണ്ടോ, അടിപൊളി. ഇനി ഇവിടുന്ന് നോക്കുമ്പോൾ ആരാ നോക്കാം. എടാ, ഇത് സീന്, ഇത് വേറെ മൂട് സാധനം, ചളിയാ. അപ്പൊ നമുക്ക് ഇയാളെപ്പോഴും ഒരു ഫോട്ടോ എടുക്കാം, അല്ല ഒരു വീഡിയോ എടുക്കാം. ഓക്കെ, അതേപോലെ ഇവിടുന്ന് നോക്കുമ്പോൾ കണ്ടേ, വേണ്ട സീനല്ലേ.
ഗൈസ് അങ്ങനെ നമ്മൾ അടുത്ത മ്യൂസിയത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അടുത്ത മ്യൂസിയത്തിൽ ഇനി ടിക്കറ്റ് കാണിച്ച് എൻട്രി ചെയ്തിട്ട്, ഇവിടെ കൂടുതലും മ്യൂസിയമാണ്. മ്യൂസിയം കണ്ടിട്ട് ഇനി വേണം പുറത്തുള്ള ബാക്കി കാഴ്ചകളൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇവിടുന്ന് ഞാൻ അടുത്ത മ്യൂസിയത്തിലോട്ട് കയറുവാണ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് കാണിച്ചു ഉള്ളിൽ കയറി. ഇനി അടുത്ത മ്യൂസിയം, ഇവിടെ 2-3-4 മ്യൂസിയം ഇപ്പോൾ ഓൾറെഡി ഞാൻ നിലവിൽ കണ്ടുവച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അപ്പുറത്തേക്ക് എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ എവിടെയും കുറേ വേണ്ടില്ലേ, പണ്ടത്തെ ക്യാപ്റ്റന്മാരുടെ ഷോൾഡറിലുള്ള സംഭവമാണ്. അതേപോലെ ഇത് 10 രൂപ, പണ്ടത്തെ 10 രൂപ. ടെന്നീസ് അങ്ങനെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. പിന്നെ അതേപോലെ ഇതിൽ മെഡലും കാര്യങ്ങളൊക്കെയാണ്, പണ്ടത്തെ മെഡലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അത് കണ്ടു കഴിഞ്ഞു. ഇനി കുറച്ചുകൂടി മുന്നോട്ട് പോയിട്ട് അവിടുന്ന് റൈറ്റിലേക്ക്. അപ്പോൾ ഇതൊക്കെയാണ് ഇവിടുത്തെ മ്യൂസിയത്തിലെ കാഴ്ചകൾ. ആകെ വണ്ടറടിപ്പിക്കുന്ന ഒരു സംഭവം എനിക്കിതുവരെ കിട്ടിയിട്ടില്ല മ്യൂസിയത്തിനുള്ളിൽ നിന്ന്. പക്ഷെ എന്നാലും അത്യാവശ്യമുണ്ട്. ഓക്കെ, അതിൻ്റെ ഉള്ളിൽ കുറച്ച് കോപ്പിറൈറ്റ്സ് കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള വകുപ്പുള്ള സംഭവമുണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ക്യാമറ അങ്ങ് ഓഫ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഇതൊക്കെയാണ് നമ്മളെ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള മ്യൂസിയത്തിൻ്റെ ഉള്ളിലുള്ള കാഴ്ചകളും കാര്യങ്ങളൊക്കെ. ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റും ഒന്ന് നടന്നു നോക്കിയിട്ട് നമുക്ക് എന്താ പറയുക, കുറച്ച് അത്ഭുതകരമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ ഞാൻ നിങ്ങളെ കാണിക്കാം. അല്ലാതെ വെറുതെ നമ്മൾ വീഡിയോ എടുത്തിട്ട് സമയം കൂട്ടുന്നതിലും നല്ലത് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതല്ലേ നല്ലത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തായാലും ഇങ്ങനെ നടന്ന് നോക്കട്ടെ. അത്യാവശ്യം നല്ല കാണേണ്ട കാഴ്ചകളും കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ. ഇത് കണ്ടില്ലേ, ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ ഗൈസ്. ഇത് നോക്കിയേ, നല്ല രസമില്ലേ. അപ്പൊ ഇതേപോലത്തെ നല്ല നല്ല നമുക്ക് കാണാൻ കുറച്ചുകൂടി അടിപൊളിയായിട്ടുള്ള കുറച്ച് വീഡിയോ കാര്യങ്ങളൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. ഇത് കഴിഞ്ഞിട്ട് വേണം ഇനി എനിക്ക് ജുമാക്ക് നിസ്കരിക്കാൻ പോകാൻ വേണ്ടിയിട്ട്. ഇവിടെ മെയിൻ ഇത് തന്നെ കേട്ടോ, മെയിൻ മ്യൂസിയം, അതേപോലെ കെട്ടിടങ്ങളും കാര്യങ്ങളൊക്കെ വലിയ വലിയ ഓരോ സ്ഥലത്ത്. ഇത് എന്തിൻ്റെയാണ് എന്താണെന്നൊക്കെ എനിക്ക് പറയാൻ അറിയായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു. ഇതിപ്പോൾ എനിക്കൊന്നും അറിയൂല, ഞാൻ വെറുതെ ഇവിടെ വന്ന് കാണുന്നു, അതേപോലെ അത് നിങ്ങളിലേക്ക് എത്തിക്കുന്നു, അത്രയല്ലേ ഉള്ളൂ. ആ ഒരു ഇതേ എനിക്ക് ഫീൽ ചെയ്യുന്നുള്ളൂ. അപ്പോൾ വെറുതെ വീഡിയോ എടുത്ത് നമ്മൾ ഈ സമയം കൂട്ടുന്നതിലും നല്ലത് എനിക്ക് പറയാൻ അറിയുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് തന്നെ ഞാൻ വെറുതെ വീഡിയോ എടുത്ത് സമയം നീട്ടുന്നില്ല. അപ്പം ഇവിടുന്ന് നമുക്ക് നടന്ന് ഇനി അപ്പുറത്തെ ഭാഗത്തോട്ടൊന്ന് പോകണം. അവിടെ എന്താ എങ്ങനെയാണെന്നൊക്കെ ഒന്ന് കാണണം, നോക്കാം നമുക്ക്. എന്തായാലും ഒരുപാട് ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഒരു സ്ഥലമാണ് ഈ റെഡ് ഫോർട്ട് എന്ന് പറയുന്നത്. എനിക്കിതിനെപ്പറ്റി വിവരിക്കാൻ അറിയാത്തത് കൊണ്ടാണ് ഞാൻ ഈ ഒരു രീതിയിൽ വീഡിയോ ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ. അപ്പോൾ നിങ്ങൾ നല്ല തെറ്റുണ്ട്. അപ്പോൾ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. എൻ്റെ വീഡിയോ കാണുന്ന പ്രേക്ഷകരോട് എനിക്ക് പറയാനുള്ളത്, എന്നോട് ക്ഷമിക്കുക. എനിക്കത് മാത്രമേ പറയാൻ പറ്റുള്ളൂ. കാരണം ഞാനിതൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. ഇതിനെപ്പറ്റി പഠിച്ചിട്ടില്ല ഇതുവരെ. പക്ഷെ നമ്മളെല്ലാം ഓരോ റീലും കാര്യങ്ങളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അങ്ങനെ കയറി വരുന്നതാണ് ഈ ഒരു യാത്രകളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതിനെപ്പറ്റി വിവരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പിന്നെ ഡബ് ചെയ്യേണ്ടി വരും സൗണ്ടും കാര്യങ്ങളൊക്കെ. ഇതിനെപ്പറ്റി പഠിച്ച് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി എഴുതിയെടുത്തിട്ട് അതേപോലെ ഈ ഒരു വിഷ്വൽ കാണുന്നതിനനുസരിച്ച് ഞാൻ ഡബ് ചെയ്ത് നിങ്ങൾക്ക് ഇതിനെപ്പറ്റി വിവരിച്ച് തരേണ്ടി വരും. ഞാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ഒരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം. പക്ഷേ ഇതിപ്പോൾ യൂട്യൂബിൽ ഞാനിപ്പോൾ ഇതേപോലെ തന്നെ ആയിരിക്കും ഞാൻ അപ്ലോഡ് ചെയ്യുക. അപ്പോൾ തെറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾ എന്തായാലും ക്ഷമിക്കുക. ഓക്കെ ഗൈസ്, അങ്ങനെ റെഡ് ഫോർട്ടിൻ്റെ ഉള്ളിലുള്ള മൊത്തം കണ്ടു കഴിഞ്ഞ് മെയിനായിട്ട് ഇത് തന്നെ മ്യൂസിയവും പിന്നെ അതേപോലെ ഇത് ഇങ്ങനെ കുറച്ച് ഫ്രീ മൈൻഡായിട്ട് ഇരിക്കാൻ പറ്റിയ കുറച്ച് സ്ഥലങ്ങളും അതൊക്കെയാണ് ഇപ്പോൾ എനിക്ക് ഇതിനകത്ത് കാണാൻ പറ്റിയത്. എന്തായാലും ഇപ്പോൾ റെഡ് ഫോർട്ടിലെ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ പള്ളിയിൽ പോകണം. സമയം 12 മണി കഴിഞ്ഞ്. ഇനി റൂമിൽ പോയിട്ട് ഇതൊക്കെ ഒന്ന് അഴിച്ചു വെച്ച് ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്തിട്ട് നേരെ പള്ളിയിൽ പോകണം. പള്ളിയിൽ പോയി ജുമാ നിസ്കരിച്ചിട്ട് ബാക്കി ഇനി സരോജിനി മാർക്കറ്റിൽ പോകണം. ഇതാണ് പ്ലാന്. അപ്പോൾ എന്തായാലും നമ്മളിതാ ഇപ്പോൾ എക്സിറ്റ് അടിക്കാൻ പോയി. ഇവിടുന്ന് തിരിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കുറെ കമ്പനിക്കാരെയൊക്കെ കിട്ടി കേട്ടോ. പിന്നെ ഒരു ഹിന്ദിക്കാരൻ വന്നിട്ട് ഇങ്ങോട്ടേക്ക് സംസാരിച്ചു. എന്നിട്ട് അവൻ ഒറ്റക്കാണ്. അപ്പോൾ അവൻ്റെ കാര്യങ്ങളും എല്ലാം എന്നോട് ഇങ്ങനെ പറഞ്ഞ്
പിന്നെ അതേപോലെ എന്താ പറയാ, അവന്റെ പേര് രാജൻ എന്നാണ് അവന്റെ പേര്. ജാർഖണ്ഡിലുള്ള എങ്ങായാന്ന് ഒറ്റക്കാന്ന് വന്നത്. ഫ്രണ്ട്സ് എല്ലാം ഓനെ ഇതാക്കി കളഞ്ഞ്. എന്താ ഓന്റെ ഫ്രണ്ട്സ് എല്ലാം വരുന്നുണ്ടെന്ന് കണ്ട് ഓന്റെ പുറം വന്നില്ല. അങ്ങനെ അവൻ അവിടുന്ന് ഒറ്റക്ക് വന്ന്. പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്പോ കുറച്ച് കഴിഞ്ഞാൽ അവന്റെ ഫ്രണ്ട്സ് എത്തുന്നൊക്കെയാണ്, അവൻ ഫ്രണ്ട്സിന് വേണ്ടി വെയിറ്റിംഗ് അങ്ങനെയൊക്കെയാന്ന് എന്നോട് പറഞ്ഞത്. അപ്പൊ അവൻ പറഞ്ഞതെന്ന് വെച്ചാല് പിന്നെ ഫ്രീ ഇപ്പം എന്റെ നമ്പറൊക്കെ മേടിച്ചു. ഞാൻ അവനക്ക് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു കൊടുത്തു. എന്നോട് പറഞ്ഞ ക്യാമറ അടിപൊളിയാണ് അങ്ങനെ ഇങ്ങനെ. ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു. പിന്നെ എന്നിട്ട് അവന്റെ ഫോട്ടോസ് എല്ലാം അയച്ചു കൊടുത്തു. അപ്പൊ എന്നോട് പറഞ്ഞ് ഫ്രീ ആയിട്ട് ഇരിക്കുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുന്നിട്ട് വിളിക്കൂ എന്നൊക്കെ പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു ആ ഓക്കെ എന്നൊക്കെ. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ പോകുന്നതാണ്. ഇനിയിപ്പോ ഇവിടുന്ന് നെക്സ്റ്റ് എനിക്ക് താജ്മഹൽ കണ്ടിട്ട് നേരെ മണാലി പോകണം. മണാലി പോയിട്ട് അവിടുന്ന് കസോള് കുളു ഇതെല്ലാം കാണാനുണ്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞു. അപ്പം പറഞ്ഞു ഓ വാവ് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ അവനോടൊക്കെ സംസാരിച്ച് അങ്ങനെ അവിടുന്ന് ഇറങ്ങി. അതിന്റെ ഇടയിൽ ഒരു ഫോറിൻ ടീംസിനെ കിട്ടിയായിരുന്നു. അവരെന്നോട് ഫോട്ടോ എടുത്തു തരുമോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഫോട്ടോ എടുത്തു കൊടുത്തു. പിന്നെ അവരോട് സംസാരിച്ചു, അറിയുന്ന ഭാഷയിലൊക്കെ തട്ടിമുട്ടി അങ്ങ് സംസാരിച്ച്. പിന്നെ അവരൊപ്പം ഒരു ഫോട്ടോ ഒക്കെ എടുത്ത് അങ്ങനെയൊക്കെ ആയിട്ട് ഇതാ ഇപ്പൊ റെഡ് ഫോർട്ട് കഴിഞ്ഞത്. റെഡ് ഫോർട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാണ്. ഓക്കെ, റെഡ് ഫോർട്ടിൽ നിന്ന് ഇപ്പൊ പുറത്തേക്ക് ഇറങ്ങാണ്. ഓക്കെ, അപ്പൊ ഇനി ജുമാ നമസ്കാരം കഴിഞ്ഞിട്ട് അടുത്ത് ഇനി സരോജിനി മാർക്കറ്റിലേക്ക് പോകും. ഓക്കെ.